ഇപ്പം നമ്മൾ പെർപെൻഡിക്കുലർ ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. സെക്കൻഡ് ട്രാൻസ്പോർട്ട് മെക്കാനിസം ആണ് പെർപെൻഡിക്കുലർ ട്രാൻസ്പോർട്ട്. പെർപെൻഡിക്കുലർ transport mechanism means if the movement of carriers in the interface of heterojunction is perpendicular to the interface, it is known as perpendicular transport. It is also known as tunneling effect. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് ഒരു ക്വാണ്ടം വെൽ എങ്ങനെയാണ് ക്വാണ്ടം വെൽ സ്ട്രക്ചർ നോക്കാം. കൺസിഡർ ക്വാണ്ടം വെൽ ഫോംഡ്. ക്വാണ്ടം വെൽ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? അലൂമിനിയം ഗാലിയം ആർസനൈഡ് ആൻഡ് അലൂമിനിയം ഗാലിയം ആർസനൈഡ് എങ്ങനെയാണ് നമുക്ക് ഒരു ക്വാണ്ടം വെല്ല് ഫോം ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഇവിടെ വരച്ചിട്ടുണ്ട് ഒരു അലൂമിനിയം ഗാലിയം ആർസനൈഡ്, ദെൻ ഒരു ഗാലിയം ആർസനൈഡ്, ദെൻ അഗെയിൻ ഒരു അലൂമിനിയം ഗാലിയം ആർസനൈഡ്. അപ്പം ഈ അലൂമിനിയം ഗാലിയം ആർസനൈഡ് ബാരിയർ ആയിരിക്കും. ഗാലിയം ആർസനൈഡിലാണ് വെല്ല് ഫോം ചെയ്യുന്നത്. ഗാലിയം ആർസനൈഡ് വെല്ലാണ്. എഗെയിൻ അലൂമിനിയം ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്നത് ബാരിയർ ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇവിടെ ഒരു ഗാലിയം ആർസനൈഡ് ആണ് വെച്ചേക്കുന്നത്. അതൊരു കണക്ടിങ് ലീഡ് പോലെയാണ് അത് വെച്ചേക്കുന്നത്. അപ്പൊ അവിടെ അതിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള അതിന്റെ ഫെർമി ലെവലാണ് EF എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഈ എങ്ങനെയാണിത് ടണലിംഗ് കറണ്ടിനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഈ ഗാലിയം ആർസനൈഡിന്റെ ഈ ജംഗ്ഷൻ, അതായത് അലൂമിനിയം ഗാലിയം ആർസനൈഡ് അലൂമിനിയം ഗാലിയം ആർസനൈഡ് അവിടെ വെൽ ഫോം ചെയ്തപ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ വെല്ലിലുണ്ടാവുന്ന ഇലക്ട്രോൺസിന്റെ എനർജി ലെവൽസ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആണ്. അത് ഓൾറെഡി നമ്മൾ ക്രോണിക് പെന്നി മോഡൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇവിടെ ഉണ്ടാവുന്ന, അതായത് ഈ സ്ട്രക്ചേഴ്സിനകത്ത് ഉണ്ടാവുന്ന വെല്ലിലുണ്ടാവുന്ന എനർജി ബാൻഡ് തിയറി അനുസരിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. എനർജി ബാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ഞാൻ കാണിച്ചിരിക്കുന്ന ഒരൊറ്റ ലൈൻ വരച്ചേക്കുന്നത് അതെന്ന് പറയുന്നത് ഗാലിയം ആർസനൈഡിന്റെ ഗ്രൗണ്ട് ലെവലാണ്. ഈ ഹയർ ലെവൽസിൽ എല്ലാം ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഗ്രൗണ്ട് ലെവലാണ്. അപ്പം ഞാൻ ഈ ഫസ്റ്റ് ഒരു ഗാലിയം ആർസനൈഡിന്റെ അവിടെ ഉണ്ടാവുന്ന ഫെർമി ലെവലാണ് ഈ കാണിച്ചിരിക്കുന്ന EF എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗാലിയം ആർസനൈഡിലുള്ള ഫെർമി ലെവൽ EF എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫെർമി ലെവലിൽ അവിടെ എന്താണ് കുറെ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസിന്റെ ലെവൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് EF. അതിന് താഴെയാണ് ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പൊ ആ ഇലക്ട്രോൺസ് എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞ പ്രോസസ്സാണ് ടണലിംഗ്, പെർപെൻഡിക്കുലർ മൂവ്മെന്റ്, ടണലിംഗ് എഫക്റ്റ് കാരണം, ടണലിംഗ് മൂവ്മെന്റ് വഴി, അതായത് ഈ ഫസ്റ്റ് ഗാലിയം ആർസനൈഡിൽ ഓക്കുപ്പൈ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസ് ടണലിംഗ് പ്രോസസ് വഴി സെക്കൻഡ് ഗാലിയം ആർസനൈഡിലോട്ട് മൂവ് ചെയ്യും. എന്താണ് ഈ അലൂമിനിയം ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്ന ആ ബാരിയർ ക്രോസ് ചെയ്തുകൊണ്ട്, അതിനെയാണ് ടണലിംഗ് എഫക്ട്, ടണലിംഗ് എന്ന് പറയുന്നത്. അലൂമിനിയം ഗാലിയം ആർസനൈഡിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഗാലിയം ആർസനൈഡിലോട്ട് മൂവ് ചെയ്യും. അങ്ങനെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇനിഷ്യലി നമുക്ക് ആ മൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവായിരിക്കും ആദ്യമേ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗാലിയം ആർസനൈഡിന്റെ ഫെർമി ലെവൽ, ഗാലിയം ആർസനൈഡിന്റെ ഫെർമി ലെവലും സെക്കൻഡ് ഗാലിയം ആർസനൈഡിന്റെ ഫസ്റ്റ് ഗ്രൗണ്ട് ബാൻഡ് എനർജി ലെവലും അലൈൻഡ് അല്ല. അത് എപ്പോഴാണോ അലൈൻഡ് ആവുന്നത് അപ്പോൾ മാത്രമേ മാക്സിമം ഇലക്ട്രോൺസ് ടണൽ ചെയ്ത് പോകത്തുള്ളൂ. അപ്പം ടണലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണോ ഈ നമ്മൾ രണ്ട് വെല്ലിന് ഇടയ്ക്കൊരു ബാരിയർ ഉണ്ട്, ആ രണ്ട് വെല്ലിന്റെയും എനർജി ലെവൽസ് സെയിം ആവുന്നു, അപ്പോഴായിരിക്കും മാക്സിമം ഇലക്ട്രോൺസ് ബാരിയർ ക്രോസ് ചെയ്ത് അടുത്ത വെല്ലിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഗാലിയം ആർസനൈഡിന് ഈ ഫസ്റ്റ് ഫെർമി ലെവലിൽ കാണിച്ചിരിക്കുന്ന ഇവിടെ ഞാൻ കുറച്ചും കൂടെ എക്സ്റ്റേണൽ വോൾട്ടേജോ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് ഇവിടുത്തെ എനർജി ലെവൽ കൂട്ടി ഞാൻ ആ എനർജി ലെവല് ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇനിഷ്യലി
മൂന്ന് കേസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനിഷ്യലി ഉള്ള ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഈ റെസൊണന്റ് ടണലിംഗ് കറണ്ട് ആണ് വിത്ത് വോൾട്ടേജ് ഇൻ ഡബിൾ ബാരിയർ. മനസ്സിലായോ? അതായത് റെസൊണന്റ് ടണലിംഗ് കറണ്ട്, അതായത് പെർപെൻഡിക്കുലർ മൂവ്മെന്റ് വഴിയാണ് ടണലിംഗ് കറണ്ട് ഉണ്ടാകുന്നത്. ഈ ടണലിംഗ് കറണ്ടിന്റെ എഫക്റ്റ് എങ്ങനെയാണെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം അലൂമിനിയം ഗാലിയം ആർസനൈഡ്, അലൂമിനിയം ഗാലിയം ആർസനൈഡ്, അങ്ങനെ ഒരു ജംഗ്ഷൻ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഒരു ഗാലിയം ആർസനൈഡ് ആണ്, ലാസ്റ്റ് ഒരു ഗാലിയം ആർസനൈഡിന്റെ സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഗാലിയം ആർസനൈഡ് ആണ് വെല്ല്, അലൂമിനിയം ഗാലിയം ആർസനൈഡ് ആണ് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ബാരിയർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ടണലിംഗ് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് വെല്ലിലെയും എനർജി ലെവൽസ് സെയിം ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ടണലിംഗ് ആണ്. ആ ബാരിയർ ക്രോസ് ചെയ്ത് ഫസ്റ്റ് എനർജി ലെവലിലുള്ള ഇലക്ട്രോൺ ആ ബാരിയർ ക്രോസ് ചെയ്ത് സെക്കൻഡ് വെല്ലിലോട്ട് മൂവ് ചെയ്യും. ആ ക്രോസ് ചെയ്യുന്ന പ്രോസസ്സാണ് പെർപെൻഡിക്കുലർ ട്രാൻസ്പോർട്ട്. അതിനെയാണ്, അതായത് പെർപെൻഡിക്കുലർ മീൻസ് എന്താണ്, അത് ഈ ബാരിയറിനെ ക്രോസ് ചെയ്ത് അതിനെ ഓവർ റൈഡ് ചെയ്ത് അപ്പുറത്തെത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് അതിന് പെർപെൻഡിക്കുലർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലായത് ഈ എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാണ്ടം ബെല്ലാണ്. അതിന്റെ എനർജിയും രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഈ ബോൾഡായിട്ട് വരച്ചിരിക്കുന്ന E1 എന്ന് കാണിച്ചിരിക്കുന്ന ഈ ഗാലിയം ആർസനൈഡ്, അതിന്റെ ക്വാണ്ടം ബെല്ല്, ആ ക്വാണ്ടം ബെല്ലിലെ എനർജി സ്റ്റേറ്റും അലൈൻഡ് അല്ല, നോട്ട് അലൈൻഡ് ആണ്. അങ്ങനെ ആവുമ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ വളരെ കുറവായിരിക്കും. അപ്പം കറണ്ട് കുറവായിരിക്കും. ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ എനർജി ലെവലിനെ കുറച്ചൊന്ന് ഇംപ്രൂവ് ചെയ്ത്, അതായത് ഈ ഫെർമി ലെവൽ ബൈ externally applying some voltage, we increase the Fermi level of first gallium arsenide or first well. അതിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്ത് ആ ലെവൽ ഞാൻ ഈ രണ്ടാമത്തെ വെല്ലിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവൽ ആയിട്ടുള്ള E1 അലൈൻഡ് ആക്കി മാറ്റി. അപ്പോൾ മാക്സിമം ടണലിംഗ് കറണ്ട് മാക്സിമം ടണലിംഗ് ഒക്കെ ചെയ്യും. ഇനി വീണ്ടും ഞാൻ വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്. ഞാൻ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് ഈ ഫസ്റ്റ് ബാരിയറിന്റെ ഫസ്റ്റ് ക്വാണ്ടം, അതായത് ഗാലിയം ആർസനൈഡിന്റെ വെൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി അതിന്റെ ലെവൽ കൂടി, അതായത് ഈ ഫെർമി ലെവലിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഫെർമി ലെവലിന്റെ ഹൈറ്റ് കൂടി. അപ്പോൾ ആ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗാലിയം ആർസനൈഡിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവലിനേക്കാൾ എബോ ആയി മാറി. അങ്ങനെ ആയി മാറിയപ്പോൾ വീണ്ടും എന്താണ്, ടണലിംഗ് കുറഞ്ഞു. അപ്പൊ അതാണ് ഈ ഗ്രാഫിൽ ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഇതാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ടണലിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന് ഞാൻ പറയുന്നത് ഈ സെക്കൻഡ് കേസ് പറയുന്നതാണ് റെസൊണന്റ് ടണലിംഗ്. അപ്പം ടണലിംഗിന്റെ എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന കറണ്ടിന്റെ മാക്സിമം വാല്യൂ അച്ചീവ് ചെയ്യുന്നത് വെൻ ദ ടു ലെവൽസ് ആർ ഇൻ അലൈൻഡ് മാനർ, അലൈൻഡ് പൊസിഷൻ. രണ്ട് ലെവൽസും അലൈൻഡ് ആയിരിക്കുമ്പോഴാണ് മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഇനിഷ്യലി ഞാൻ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഫസ്റ്റ് വണ്ണിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്. വോൾട്ടേജ് അപ്ലൈ ചെയ്തതനുസരിച്ച് എപ്പോഴാണോ ഈ അപ്ലൈഡ് വോൾട്ടേജ് വിച്ച് ഈസ് ഈക്വലന്റ് ടു energy state of the gallium arsenide, then there occur maximum tunneling, maximum current. അതാണ് ഈ രണ്ടാമത്തെ സ്റ്റേറ്റിൽ എത്തുമ്പോഴാണ് മാക്സിമം കറണ്ട് ഉണ്ടാവുന്നത്. പിന്നെ എഗെയിൻ എന്താണ്, വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിന്റെ എഫക്റ്റ് ആയിട്ട് വീണ്ടും ഇത് റൈസ് ചെയ്ത് പോകുന്നു. അപ്പം വീണ്ടും ഡിസ്അലൈൻമെന്റ് ഉണ്ടായി, കറണ്ട്, അതായത് ടണലിംഗ് കറണ്ടിന്റെ എഫക്റ്റ് കുറഞ്ഞതാണ് കുറഞ്ഞു കാണിച്ചിരിക്കുന്നത്. വീണ്ടും എഗെയിൻ ഇത് കൂടി വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ വെല്ലിനകത്ത് ഒരു എനർജി സ്റ്റേറ്റ് മാത്രമല്ല ഉള്ളത്, ഒരുപാട് എനർജി സ്റ്റേറ്റ് ഉണ്ട്. ലോവർ എനർജി സ്റ്റേറ്റിന്റെ കാര്യമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ വീണ്ടും കുറേ സ്റ്റേറ്റുകളുണ്ട്. അപ്പം വീണ്ടും ഈ ആദ്യത്തെ ഈ ഫസ്റ്റ് ഇവിടെയുള്ള വോൾട്ടേജ് കൂട്ടുന്നതനുസരിച്ച് അടുത്ത ഈ വെല്ലിന്റെ അടുത്ത എനർജി സ്റ്റേറ്റിൽ ഈക്വലന്റ് ആയി മാറും.
അപ്പോൾ അടുത്ത എനർജി സ്റ്റേറ്റിൽ ഇക്വലന്റ് ആയി മാറുമ്പോൾ വീണ്ടും എന്താണ് മാക്സിമം ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ ഈ ബെല്ലിൽ ഒരൊറ്റ എനർജി സ്റ്റേറ്റ് അല്ല, അങ്ങനെ പല പല എനർജി സ്റ്റേറ്റുകളുണ്ട്. എപ്പോഴാണോ നമ്മൾ ഈ ഇൻപുട്ട് ആദ്യം ഫസ്റ്റ് ഗാലിയം ആർസനൈഡിലുള്ള ആ സ്ട്രക്ചറിലുള്ള എനർജി ലെവലും ഫെർമി ലെവലും ഈ ഈ നമ്മുടെ രണ്ടാമത്തെ വെൽ സ്ട്രക്ചറിലുള്ള ബാൻഡിലെ ഏതെങ്കിലും ബാൻഡുമായിട്ട് സിമിലർ എനർജി കീപ്പ് ചെയ്യുമ്പോൾ മാക്സിമം റെസൊണന്റ് ടണലിംഗ് ഒക്കർ ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പെർപെൻഡിക്കുലർ ട്രാൻസ്പോർട്ട് ആണ്. പെർപെൻഡിക്കുലർ ട്രാൻസ്പോർട്ട്, ഇതിലെല്ലാം ട്രാൻസ്പോർട്ട് പറയുന്നത് ഹെറ്ററോ ജംഗ്ഷനിന്റെ ഇന്റർഫേസിലുള്ള ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റിനെയാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഈ ഹെറ്ററോ ജംഗ്ഷന്റെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് പാരലൽ ട്രാൻസ്പോർട്ട്, സെക്കൻഡ് വൺ പെർപെൻഡിക്കുലർ ട്രാൻസ്പോർട്ട് ആണ്. പെർപെൻഡിക്കുലർ ട്രാൻസ്പോർട്ടിന് മനസ്സിലായി the movement of charge carriers at the interface is perpendicular to the if the movement of charge carriers is perpendicular to the interface, it is known as perpendicular transport. Okay, but perpendicular transport onnuilla, as its name indicates that it is the transport of charge carrier. If the transport of charge carriers is perpendicular in the interface, it is known as perpendicular transport. Perpendicular transport എന്ന് പറയുമ്പോൾ ഈ ചാർജ് കാരിയേഴ്സ് ബാരിയറിന്റെ മേലിൽ കൂടെ അടുത്ത വെല്ലിലെത്തും. അപ്പം വെല്ലും ബാരിയർ, ബാരിയർ, അങ്ങനെയാണ് സ്ട്രക്ചർ. ഡബിൾ ഹെറ്ററോ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു അലുമിനിയം ഗാലിയം ആർസനൈഡ്, അലുമിനിയം ഗാലിയം ആർസനൈഡ്, എഗെയിൻ ഗാലിയം ആർസനൈഡ്, അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറാണ്. ഡബിൾ എന്ന് പറയുമ്പോൾ അലുമിനിയം ഗാലിയം ആർസനൈഡ്, അലുമിനിയം ഗാലിയം ആർസനൈഡ് എന്നുള്ള സ്ട്രക്ചറാണ്. അതിന്റെ കണക്ടിങ് ലീഡ്സ് ആയിട്ടാണ് രണ്ട് ഗാലിയം ആർസനൈഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഇതാണ് അലൂമിനിയം ഗാലിയം ആർസനൈഡ്, അലൂമിനിയം ഗാലിയം ആർസനൈഡ്. ഇതൊരു ഹെറ്ററോ സ്ട്രക്ചർ ആണ്. ഇതിന്റെ കണക്ടിങ് ലീഡ്സ് ആയിട്ടാണ് ഗാലിയം ആർസനൈഡ്. അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും രണ്ട് ഗാലിയം ആർസനൈഡ് ലീഡ് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ഈ ഗാലിയം ആർസനൈഡ് അതൊരു വെല്ലാണ്. അപ്പൊ അവിടെ കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ട്. അതിന്റെ ഫെർമി ലെവൽസിന് താഴെയാണ് അവിടെ ഇലക്ട്രോൺസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ ഫെർമി ലെവൽസ് കാണിച്ചിട്ടുണ്ട്. ആ ഫെർമി ലെവൽസിൽ അവിടെയുള്ള ഇലക്ട്രോൺസ് ഈ ബാരിയർ, അലുമിനിയം ഗാലിയം ആർസനൈഡ് എന്നുള്ള ഈ ബാരിയർ ക്രോസ് ചെയ്ത് ഗാലിയം ആർസനൈഡ് എന്നുള്ള അടുത്ത വെല്ലിൽ എത്തണം. അങ്ങനെ അടുത്ത വെല്ലിൽ എത്തണമെന്നുണ്ടെങ്കിൽ അത് ആ പ്രോസസ്സിനെ, അടുത്ത വെല്ലിൽ എത്തുന്ന ആ പ്രോസസ്സിനെയാണ് ടണലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ ബാരിയറിനെ ക്രോസ് ചെയ്ത് അടുത്ത ജംഗ്ഷനിൽ എത്തുന്നു. ഇപ്പൊ ഈ അലൈൻമെന്റ്, ഈ ഫെർമി ലെവലിന്റെ അലൈൻമെന്റ് ഫസ്റ്റ് ബെല്ല്, അതായത് ഗാലിയം ആർസനൈഡിലുള്ള ബെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എനർജി ബാൻഡും ഒരേ അലൈൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ടണലിംഗ് നടക്കും, മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യും. അതിനെയാണ് റെസൊണന്റ് ടണലിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ ഇത് രണ്ടും ഡിഫറെന്റ് അലൈൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ടണലിംഗ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഇവിടെ ഈ എനർജി കുറവാണ്. ഈ എനർജി കുറവ് മീൻസ് ഇവിടെയുള്ള ഇലക്ട്രോൺസ് ആർ ഗെറ്റിംഗ് നോട്ട് ഇനഫ് എനർജി ടു ക്രോസ് ദ ബാരിയർ. ആ ബാരിയർ ക്രോസ് ചെയ്യാനുള്ള ഇനഫ് എനർജി അതിനില്ല. അത് എക്സ്റ്റേണലി നമ്മൾ വീണ്ടും വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുത്ത ആ എനർജി അതിന് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഈ ബാരിയർ ക്രോസ് ചെയ്യുള്ളൂ. അതിന് എക്സ്റ്റേണലി എനർജി കൊടുക്കുമ്പോൾ എപ്പോഴാണോ ഇത് ഈക്വലന്റ് ആണ്, മീൻസ് ഇനഫ് എനർജി കിട്ടുമ്പോൾ ഇത് മാക്സിമം ഇലക്ട്രോൺസ് അങ്ങോട്ട് മൂവ് ചെയ്യും. ഈ കാണിച്ചിരിക്കുന്നത് അതാണ് ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ഈ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നമ്മൾ 2-3 കേസ് ആയിട്ട് വരയ്ക്കണം. ഫസ്റ്റ് കേസിൽ ഗ്രാജുവലി ആസ് വി ഇൻക്രീസ് ദ അപ്ലൈഡ് വോൾട്ടേജ് ഗ്രാജുവലി ഫെർമി ലെവൽസ് റൈസ്. അപ്പം എന്താണ്, ആ വെല്ലിന്റെ ഫസ്റ്റ് എനർജി ബാൻഡിന്റെ എനർജി ലെവലുമായിട്ട് ഈക്വലന്റ് ആയി വരുന്നത് വരെ ഈ കറണ്ട് കൂടി വരും. പിന്നെ ആ ഈക്വലന്റ് ആവും മാക്സിമം കറണ്ട്. ഓക്കെ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു, പിന്നെ
അതായത് രണ്ടാമത്തെ പൊസിഷനിൽ എത്തിയപ്പോൾ ഈക്വലൻ്റ് ആയപ്പോൾ മാക്സിമം കറണ്ട് ഒക്കർ ചെയ്തു. പക്ഷെ വീണ്ടും നമ്മൾ എനർജി കൂട്ടുമ്പോൾ അത് ഫസ്റ്റ് ആ ബാരിയറിന്റെ ലെവൽ, ആ ഒരു ബാരിയറിന്റെ ആ ലെവൽ അടുത്ത ബാരിയറിന്റെ ലെവലിലോട്ട് ഇനി പോകും. ആ അടുത്ത ബാരിയറിന്റെ ലെവലിൽ എടുക്കുന്ന ഫസ്റ്റ് എനർജി സ്റ്റേറ്റിൽ നിന്ന് രണ്ടാമത്തെ എനർജി സ്റ്റേറ്റിൽ നിന്ന് കുറേ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസിന്റെ ലെവലിൽ എത്തണം. ഇനി ഈ ഇലക്ട്രോൺസ് ഇനി നമ്മൾ എക്സ്റ്റേണലി വോൾട്ടേജ് കൊടുക്കുന്ന ഇലക്ട്രോൺസും രണ്ടാമത്തെ എനർജി സ്റ്റേറ്റിന്റെ ഇലക്ട്രോൺസുമായിട്ട് ഒരേ ലെവൽ വന്നു കഴിഞ്ഞാൽ ഇനിയും അടുത്ത മാക്സിമം വരുള്ളൂ. അപ്പോൾ അതാണ് അടുത്ത മാക്സിമത്തിനെയാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം കൂടും, പിന്നെ എന്താണ് ആ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ അത് വീണ്ടും കുറയും, വീണ്ടും അടുത്ത ലെവലുമായിട്ട് അലൈൻഡ് ആവുമ്പോൾ വീണ്ടും അത് കൂടും. ഇതാണ് നമ്മൾ റെസൊണൻറ്റ് ടണലിങ്ങിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനും എന്താണ് ടണലിംഗ് എന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമ്മൾ ക്വാണ്ടം ട്രാൻസ്പോർട്ടാണ് നോക്കുന്നത്. ക്വാണ്ടം ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് when nanostructures are connected to an external current by means of leads. അതിൽ നമ്മൾ ഫസ്റ്റ് നാനോ സ്ട്രക്ചേഴ്സിനെ എക്സ്റ്റേണൽ ലീഡ്സുമായിട്ട് കണക്ട് ചെയ്യണം. when nanostructures are connected to an external current by means of leads. അപ്പം ഈ ക്വാണ്ടം ട്രാൻസ്പോർട്ട് ഒക്കർ ചെയ്യണമെന്നുണ്ടെങ്കിൽ effective mass of electron should be very small to guarantee high mobility. നമ്മൾ പറഞ്ഞു എഫക്റ്റീവ് മാസ് മൊബിലിറ്റി തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. എഫക്റ്റീവ് മാസ് കുറവാണെങ്കിൽ മൊബിലിറ്റി കൂടുതലായിരിക്കും. അപ്പം ഇൻ ഓർഡർ ടു ഒബ്സർവ് ക്വാണ്ടം ട്രാൻസ്പോർട്ട് എഫക്റ്റീവ് മാസ് ഓഫ് ഇലക്ട്രോൺ should be very very small to guarantee high mobility. The energy levels in quantum belts increases with the decrease in effective mass. ക്വാണ്ടം ട്രാൻസ്പോർട്ട് ഒക്കർ ചെയ്യുന്നത് നാനോ സ്ട്രക്ചേഴ്സിലാണെന്ന് പറയുന്നത്. നമ്മൾ സിൻസ് dimension of the nanostructures are very small compared to mean free path, the quantum transport is ballistic. അപ്പം ക്വാണ്ടം ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നാനോ സ്ട്രക്ചേഴ്സിൽ എക്സ്റ്റേണലി നമ്മൾ കറണ്ട് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴുണ്ടാവുന്ന അവിടെയുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടൊക്കെ ക്വാണ്ടം ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ക്വാണ്ടം ട്രാൻസ്പോർട്ട് നാനോ സ്ട്രക്ചേഴ്സിലായതുകൊണ്ട് അത് നാനോ സ്ട്രക്ചേഴ്സിന്റെ സൈസ് വളരെ റെസ്ട്രിക്റ്റഡ് ഡയമെൻഷൻസ് വളരെ നാനോ സ്കെയിൽ 100 നാനോമീറ്റർ റേഞ്ചിലായത് കാരണം അവിടെ എന്താണ് കൊളിഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം അവിടെയുള്ള ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ബാലിസ്റ്റിക് നേച്ചർ ആയിരിക്കും. നെക്സ്റ്റ് ക്വാണ്ടം ട്രാൻസ്പോർട്ട് ഇത്രയേ ഉള്ളൂ. എക്സ്റ്റേണലി നമ്മളൊരു കറണ്ട് സോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ക്വാണ്ടം ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എക്സ്റ്റേണലി ഒരു കറണ്ട് സോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നാനോ സ്ട്രക്ചേഴ്സിലുള്ള ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് ക്വാണ്ടം ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ കണക്ട് ചെയ്യുന്ന ആ മെറ്റീരിയലിന്റെ ലെങ്ത് സൈസ് എന്ന് പറയുന്നത് മീൻ ഫ്രീ പാത്തിന്റെ സൈസിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ടാണ് കൊളിഷൻസ് ഒന്നും ഇല്ല എന്ന് പറയുന്നത്. അതിനെയാണ് ബാലിസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി കോണ്ടൈസ്ഡ് കണ്ടക്ടൻസ് ആൻഡ് ലാൻഡോർ ഫോർമുല അത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് കോണ്ടൈസ്ഡ് കണ്ടക്ടൻസ് ആൻഡ് ലാൻഡോർ ഫോർമുല അത് നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ക്വാണ്ടം വയറാണ്. അപ്പോൾ ക്വാണ്ടം വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 1 ഡയമെൻഷണൽ നാനോ സ്ട്രക്ചറാണ് ക്വാണ്ടം വയർ എന്ന് പറയുന്നത്. 1 ഡയമെൻഷണൽ നാനോ സ്ട്രക്ചറാണ് ക്വാണ്ടം വയർ എന്ന് പറയുന്നത്. 1 ഡയമെൻഷണൽ നാനോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി 2 ഡയമെൻഷനും റെസ്ട്രിക്റ്റഡ് ആണ്. അതായത് ബാക്കി 2 ഡയമെൻഷനും നാനോ റേഞ്ചിലാണ്. ഒരൊറ്റ ഡയമെൻഷൻ മാത്രമേ അതിന് മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം 2 ഡയമെൻഷനും റെസ്ട്രിക്റ്റഡ് ആണ്. ബിലോ 100 നാനോമീറ്റർ റേഞ്ചിലായിരിക്കും. അതിന് വേണ്ടി ക്വാണ്ടം കണ്ടക്ടൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ 2 റിസർവോയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് കൺട്രോൾഡ് ബൈ എ ഷോർട്ട് ക്വാണ്ടം വയർ. 2 റിസർവോയർ ആണ്. ആ റിസർവോയർ 2 ഇവിടെ വരച്ചിട്ടുണ്ട്. 2 റിസർവോയേഴ്സ് ആണ്.
റിസർവോയേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നത് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റിസർവോയേഴ്സിൽ എന്തുണ്ട്? ഒരു ഇലക്ട്രോൺസ് ഉണ്ട്. റിസർവോയേഴ്സിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ആ രണ്ട് റിസർവോയേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ക്വാണ്ടം വയർ വഴിയാണ്. ആ ക്വാണ്ടം വയറിനെ രണ്ട് ലീഡ്സ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. Consider two reservoirs of electrons controlled by a short quantum wire. The length of the wire is shorter than mean free path of the electron in the material. There is no scattering and transport is ballistic. അപ്പം ഈ കേസിൽ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്? മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദീസ് ചാനൽ എന്ന് പറയുന്നത് ബാലിസ്റ്റിക് ആണ്. ബിക്കോസ് അവിടെ വെച്ചേക്കുന്നത് വയറിന്റെ സൈസ് എന്ന് പറയുന്നത് മീൻ ഫ്രീ പാത്ത് ലെങ്തിനേക്കാൾ ലെസ് ആണ്. അപ്പോൾ കൊളീഷൻസ് ഓക്കർ ചെയ്യില്ല. ക്വാണ്ടം വയർ ഈസ് ഓക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ക്വാണ്ടം വയർ ഈസ് എ വൺ ഡയമെൻഷൻ സ്ട്രക്ചർ ദാറ്റ് ഈസ് വി ആർ റെസ്ട്രിക്റ്റഡ് ഇറ്റ്സ് ടു സൈഡ്സ് ടു നാനോമെട്രിക് റേഞ്ച്. ഈ ലോണ്ടർ ഫോർമുല ആൻഡ് എക്സ്പ്ലെയിൻ ആൻഡ് ഡിറൈവ്ഡ് ഓൺ ലോണ്ടർ ഫോർമുല എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കണ്ടക്ടൻസ് കണ്ടുപിടിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോൺ ടു എ ക്വാണ്ടം വയർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ ലോണ്ടർ ഫോർമുല. അപ്പം ഈ നമ്മളിപ്പോൾ ഇവിടെ ഒരു റിസർവോയറും അത് കണക്ട് ചെയ്ത് ഒരു ക്വാണ്ടം വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വാണ്ടം വയർ അതിനെ ലീഡ് വെച്ച് ഈ റിസർവോയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കണ്ടക്ടൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടം വയറിൻ്റെ കണ്ടക്ടൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ലോണ്ടർ ഫോർമുല. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. കണ്ടക്ടൻസ് ഓഫ് an electron to the quantum wire can be expressed by Launder formula. Launder formula is used to find the conductance of electron in quantum wire. അതിനു വേണ്ടി നമ്മൾ current through quantum wire can be written as the product of concentration of electrons. അപ്പം ഈ കണ്ടക്ടൻസ് ഫൈൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കറണ്ടും അറിയണം, അതുപോലെ തന്നെ വോൾട്ടേജും അറിയണം. അപ്പം കറണ്ടിന്റെയും വോൾട്ടേജും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് I/V = കണ്ടക്ടൻസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് കറണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതണം. കറണ്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ സോ മെനി ഫാക്ടേഴ്സ്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ കറണ്ടിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത്. കറണ്ട് ത്രൂ ക്വാണ്ടം വയർ ക്യാൻ ബി റിട്ടൺ ആസ് the product of concentration of electrons obtained from the density of states function. And നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. 1 ഡയമെൻഷൻ്റെയും 2 ഡയമെൻഷൻ്റെയും ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിന് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ക്വാണ്ടം വയർ എന്ന് പറയുന്നത് ഒരു 1 ഡയമെൻഷണൽ സ്ട്രക്ചർ ആയതുകൊണ്ട് അതിൻ്റെ 1 ഡയമെൻഷണൽ സ്ട്രക്ചറിന്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്താണെന്നുള്ള ഇക്വേഷൻ ഇവിടെ വേണം. ഓക്കെ, അപ്പം കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? കറണ്ട് ത്രൂ ക്വാണ്ടം വയർ ക്യാൻ ബി റിട്ടൺ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഫ്രം ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഫംഗ്ഷൻ ആണ് ഇൻ ദ എനർജി ഇന്റർവെൽ EV. ഇപ്പൊ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഫംഗ്ഷനെ ഞാൻ N1 ഡയമെൻഷനിലായിരുന്നു N1D ഓഫ് E എന്ന് എഴുതിയിട്ടുണ്ട്. ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ട് ചെയ്യണം. അപ്പം ഫസ്റ്റ് കറണ്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ അത് ഡിപ്പെൻഡ്സ് ഓൺ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഓഫ് ദ ഫംഗ്ഷൻ. ഇവിടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ട് ആണ്. പറയും വോൾട്ട് ആണ്, ഇലക്ട്രോൺ വോൾട്ട് ആണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ട് ചെയ്യണം. അപ്പോൾ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ട്. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇത് ക്വാണ്ടം വയറിന്റെ കേസ് ആണ്. സിൻസ് ഇറ്റ് ഈസ് 1 ഡയമെൻഷണൽ മെറ്റീരിയൽ N1D ഓഫ് E ആണ്. ഓക്കെ, ദെൻ the function N1D of in energy interval EV, the electron velocity അതാണ് V, electron velocity and unit charge Q, unit charge. Okay, so
മൂന്ന് ഫാക്ടേഴ്സിനെയാണ്, 4 ഫാക്ടേഴ്സിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. The current through quantum wire depends on density of states of the quantum wire into electron volt EV into velocity of electron into charge. ഇവിടെ ഈ ക്യൂവിന് പകരം ക്യൂ എന്ന് പറയുന്നത് ഇക്വലന്റ് ടു ഇലക്ട്രോൺ ആണ്, ഇ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. We know that density of state in the one dimension നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. ആ ഇക്വേഷൻ ഞാൻ ആക്സെപ്റ്റ് ചെയ്തതാണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് 1/πh in the root of 2me/e ആണ്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/πh cut into root of 2me/e, where me എന്ന് പറയുന്നത് എഫക്റ്റീവ് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. me പറയല്ലേ, അലുമിനിയം ഗാലിയം ആർസനൈഡിലൊക്കെ എഫക്റ്റീവ് മാസ് കുറവാണ്. എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത് ആക്ച്വലി അതിന്റെ മാസ് 9.1 × 10⁻31 ഒരു പോർഷൻ ആണ്. 0.6 into സംതിങ് അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ ഇ ആണ് എനർജി. ഈ 1/πh കട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, h/2π ആണ് h കട്ട്. അപ്പോൾ ഇതാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഓഫ് വൺ ഡയമെൻഷണൽ മെറ്റീരിയൽ. ദെൻ എനർജി ഈക്വൽ ടു ½ mv² ആണ്. ആണ് എമ്മിന് പകരം എഫക്റ്റീവ് മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ½ mev² ആണ്. ദെൻ അതിനകത്ത് നിന്ന് വെലോസിറ്റിയുടെ ഈ എനർജിയുടെ ഇക്വേഷൻ അതിന് എനിക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടും √2e/me. me എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് മാസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനകത്ത് നമുക്ക് ഈ ഇക്വേഷനകത്ത് ഇതാണ് മെയിൻ ഇക്വേഷൻ. മെയിൻ ഇക്വേഷനകത്ത് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിന് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വെലോസിറ്റിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ അതിന് രണ്ടിനുള്ള ഇക്വേഷനാണ് ഞാൻ ഫൈൻഡ് ചെയ്യുന്നത്. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. വൺ ഡയമെൻഷനിന്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിന്റെ ഇക്വേഷൻ അതുപോലെ എഴുതുക. രണ്ടാമത് എനർജിയുടെ ഇക്വേഷനകത്ത് നിന്ന് വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് ഫൈൻഡ് ചെയ്ത് അത് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇക്വേഷൻ ലോണ്ടർ ഫോമിൽ ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇവിടെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇലക്ട്രോൺ ഈസ് മൂവിങ് എ സ്ട്രെയിറ്റ് പാത്ത് ഇൻസ്റ്റെഡ് ഓഫ് സ്പിന്നിങ്. മറ്റേ കേസിൽ നമ്മൾ ഇലക്ട്രോൺ സ്പിന്നിങ്ങും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ആ ഇക്വേഷന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ ഡെൻസിറ്റി സ്റ്റേറ്റിന് 2 അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എനിക്ക് ഈ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിന് ഈ ഒരു ഇക്വേഷൻ, അതായത് 1/πh cut into √2me/e എന്നുള്ള ഇക്വേഷൻ കിട്ടിയത്. ഇനിയുള്ള കേസിൽ ഈ ലോണ്ടർ കുറച്ച് സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഇലക്ട്രോണിന്റെ സ്പിന്നിങ് എഫക്റ്റ്, സ്പിന്നിങ് മോഡൽ അല്ല എടുത്തേക്കുന്നത്, അത് സ്ട്രെയിറ്റ് പാത്തിൽ മൂവ് ചെയ്യുന്ന 2 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. സ്പിൻ എഫക്ട് ചെയ്യുമ്പോഴാണ് 2 സ്പിൻ ഉള്ളത്. ആ സ്പിന്നിന്റെ എഫക്ട് വന്നിട്ടാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കണം. ഈ N1d എന്ന് പറഞ്ഞ ഈ ഇക്വേഷന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, നമുക്ക് കറണ്ടിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്? കണ്ടക്ടൻസ് ഓഫ് ക്വാണ്ടം വയർ ആണ് ഫൈൻഡ് ചെയ്യാൻ പോണത്. കണ്ടക്ടൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടം വയറിനെ 2 റിസർവോയറിൽ കണക്ട് ചെയ്തു. റിസർവോയേഴ്സിൽ നിന്ന് റിസർവോയേഴ്സിന് അതിൽ കണക്ട് ചെയ്യുന്നതിന് അവിടെയാണെങ്കിൽ എന്താണ് 2 ലീഡ്സ് വഴി ഞാൻ റിസർവോയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കറണ്ടിന്റെ വഴിയിലൂടെ ഉള്ള കറണ്ടിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് കുറെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഡെൻസിറ്റി ഓഫ് ഹീറ്റ് എന്തായിരിക്കും, ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ട്, ദെൻ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്തായിരിക്കും, ചാർജ്. ഈ ഒരു എല്ലാ പാരാമീറ്റേഴ്സും നമുക്കറിയാം, നോൺ പാരാമീറ്റേഴ്സ് ആണ്. ആ പാരാമീറ്റേഴ്സിൻ്റെയൊക്കെ വാല്യൂസ് അറിയാം. അതിനകത്ത് നിന്ന് ഈ വാല്യൂസ് ഈ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂസ് ഈ ഐയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മീൻസ് കറണ്ടിന്റെ ഇക്വേഷൻ കിട്ടും. ഐയുടെ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതിയാണ്
എന്താണ് നേരത്തെ നമുക്ക് കിട്ടിയ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഫംഗ്ഷന് അതിനെ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, അതിനെ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അവിടെ ഇ ഉണ്ട്, 2 ഇ ഉണ്ടായിരുന്നു, അതിനെയാണ് ഇ സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു ഇ ഫസ്റ്റ് ചാർജിന് വരെയുള്ളൊരു ഇയും പിന്നെ അതുപോലെ ഇലക്ട്രോൺ വോൾട്ടിന്റെ അവിടെ ഈ ഒരു ഇ ഉണ്ടായിരുന്നു. സോ അതിനാണ് ഇ സ്ക്വയർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ റീഅറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. റീഅറേഞ്ച് ചെയ്ത് ഒരു പ്രത്യേകം കാര്യം ഓർത്തിരിക്കേണ്ടത്, എന്തിനാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിന് ഡിവൈഡ് ബൈ 2 ഉള്ള ഫാക്ടർ ചെയ്ത ഇക്വേഷൻ വേണം നമ്മളിവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വി കൺസിഡർ ദ ഇലക്ട്രോൺ മോഷൻ ആസ് മൂവ് ഇൻ എ സ്ട്രെയിറ്റ് പാത്ത്. ഇക്വേഷൻ ഐയുടെ ഇക്വേഷൻ ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഐയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഐയുടെ ഇക്വേഷൻ ഇ സ്ക്വയർ വി ബൈ പൈ എച്ച് കട്ട് എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ എച്ച് കട്ട് എന്ന് പറഞ്ഞാൽ h/2π ആണ്. h/2π ആണ്. അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ ഇക്വേഷൻ ഇ സ്ക്വയർ ഇൻറ്റു 2v ബൈ എച്ച് എന്ന് കിട്ടും. ഇനി അതിനകത്ത് നിന്ന് നമ്മൾ ആ വെലോസിറ്റിക്കൊക്കെ എന്താണ് ഹാഫ് mv സ്ക്വയർ, അവിടെ വോൾട്ടേജ് ആണ് v എന്ന് പറയുന്നത്. അപ്പൊ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഈ ഇക്വേഷനകത്ത് തന്നെ നമുക്ക് എന്ത് കിട്ടി? വോൾട്ടേജ് ഉണ്ട്. സോ നമ്മുടെ ഇക്വേഷൻ കണ്ടക്ടൻസ് ഈക്വൽ ടു I/V ആണ്. I/V ഫൈൻഡ് ചെയ്യുന്നു. I/V ഫൈൻഡ് ചെയ്യുമ്പോൾ കണ്ടക്ടൻസ് G is equal to 2e square by h. അപ്പം കണ്ടക്ടൻസിനെ ക്വാണ്ടം വയർ ഈസ് ഈക്വലന്റ് ടു G is equal to 2e square by h. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലോണ്ടർ ഫോർമുല പറയുന്നത്, ഇത് ഓവറാൾ കണ്ടക്ടൻസ് ഇതുപോലെ ഒരുപാട് ചാനൽ ഉണ്ടെങ്കിൽ, അതായത് 2 റിസർവോയേഴ്സ് തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന വേറെയും ലീഡ്സ് ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവറാൾ ആയിട്ടുള്ള കണ്ടക്ടൻസ് ഇത് എന്ന് പറഞ്ഞാൽ ക്വാണ്ടം കണ്ടക്ടൻസ് ആണ്. ടോട്ടൽ കണ്ടക്ടൻസിന്റെ ഫോർമുല പറയുന്നതാണ് ലോണ്ടർ ഫോർമുല എന്ന് പറയുന്നത്. ഇത് ക്വാണ്ടം കണ്ടക്ടൻസ് ആണ്, ക്വാണ്ടം വയറിന്റെ കണ്ടക്ടൻസ് ആണ്. ആ കണ്ടക്ടൻസിന്റെ കൂടെ ഒരു പാരാമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓവറാൾ ടോട്ടൽ കണ്ടക്ടൻസ് കിട്ടും. അതിനെയാണ് ഞാൻ ലോണ്ടർ ഫോർമുല എന്ന് പറയുന്നത്. ക്വാണ്ടം കണ്ടക്ടൻസ് 2e square by h ആൻഡ് ക്വാണ്ടം മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി. അപ്പൊ അതാണ് ആ ഇക്വേഷൻ ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ക്വാണ്ടം മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി ആണ് TNM എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ലോണ്ടർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ക്വാണ്ടം കണ്ടക്ടൻസ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഇപ്പം കൂളം ബ്ലോക്കേഡ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം ഡോട്ട് എന്നൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ കൂളം ബ്ലോക്കേഡ്. കൺസിഡർ എ ക്വാണ്ടം dot connected between 2 reservoirs. Quantum dot connected between 2 reservoirs ആണ്. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് കൂളം ബ്ലോക്കേഡ് എഫക്ട് മനസ്സിലാക്കുന്നത്. കൂളം ബ്ലോക്കേഡ് എഫക്ട് 2 reservoirs ഉണ്ട് and it is connected by a quantum dot. അവിടെ ഒരു ടണൽ ജംഗ്ഷൻസ് ഉണ്ട്. ഇത് 2 reservoirs connected by quantum dot and there is tunnel junction. Tunnel junction എന്ന് പറഞ്ഞാൽ ബാരിയേഴ്സ് ആണ്. Tunnel junction. If the size of the nanostructure become reduced, the energy levels become discrete. അപ്പോൾ ഈ എനർജി ലെവൽസ് ഡിസ്ക്രീറ്റ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ഈ ക്വാണ്ടം ഡോട്ടിലുള്ള എനർജി ലെവൽസ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആണ്. പല പല ലെയർ ആയിട്ടായിരിക്കും ഓരോ എനർജി ലെവൽസ്, അവിടെയുള്ള ഇലക്ട്രോൺസിന്റെ എനർജി ലെവൽസ് ഒക്കുപ്പൈ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഇത് ഡിസ്ക്രീറ്റ് ലെവൽസ് ആണ്. അതിന്റെ ഐദർ സൈഡില് 2 ബാരിയേഴ്സ് ഉണ്ട്. അതാണ് ഈ ടണൽ ജംഗ്ഷൻസ് ആണത്, ബാരിയേഴ്സ്. അപ്പൊ ഈ പോർഷൻ ആണ് ഈ താഴെ വരച്ചേക്കുന്നത് ക്വാണ്ടം ഡോട്ട്. അതിനകത്ത് കുറെ ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് ഉണ്ടാവും. ജെൻസ് ടണൽ ജംഗ്ഷൻസ് അത് 2 ബാരിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. Electrons in the reservoir tunnel to the quantum dot if barrier thickness is low. ഈ റിസർവോയറിൽ നിന്നുള്ള ഇലക്ട്രോൺസ് ഈ ജംഗ്ഷൻ, ഈ
tunnel junction over tunnel junction penetrate ചെയ്ത് quantum dot എത്തണം എന്നുണ്ടെങ്കിൽ enough energy വേണം. Electrons in the reservoir tunnel to the quantum dot if barrier thickness is low. Electron tunneling will be more and more and electrons get trapped in the quantum dot. If the electrons, if the barrier thickness is less, then the more electrons penetrate this, more electron have enough energy to penetrate this barrier and reach the quantum dot. And in this quantum dot, it receives charges and it stores charges, so it has a capacitance. നമ്മള് ഒരു രണ്ട് റിസർവോയറിൽ ക്വാണ്ടം ഡോട്ട് വഴി കണക്ട് ചെയ്യുന്നു. കണക്റ്റിംഗ് ലീഡ്സ് ഒക്കെ ഉണ്ട്, ആ ടണൽ ജംഗ്ഷൻസ് ഉണ്ട്. അപ്പം അതിന്റെ ഡയഗ്രാം നമ്മൾ വരച്ചു. ക്വാണ്ടം ഡോട്ടിൽ ഡിസ്ക്രീറ്റ് ആയിട്ട് എനർജി ലെവൽസ് ഉണ്ടായിരിക്കും. ഈ ടണൽ ജംഗ്ഷൻസ് ക്രോസ് ചെയ്ത് റിസർവോയറിൽ നിന്ന് ഇലക്ട്രോൺസ് ക്വാണ്ടം ഡോട്ടിൽ എത്തണം എന്നുണ്ടെങ്കിൽ ക്വാണ്ടം ഡോട്ടിലോട്ട് ടണൽ ചെയ്ത് വരും. അപ്പം ആ ടണൽ ചെയ്ത് വരുന്ന ഇലക്ട്രോൺസ് ഈ ക്വാണ്ടം ഡോട്ടിൽ സ്റ്റോർഡ് ആവും. അപ്പം ഈ ക്വാണ്ടം ഡോട്ടിന് അതിൻ്റെതായ ഒരു കപ്പാസിറ്റൻസ് ഉണ്ടായിരിക്കും, കപ്പാസിറ്റൻസ് വാല്യൂ ഉണ്ടായിരിക്കും. Quantum dot will have a capacitance. Consider that n number of electrons in the dot. Dot n number of electrons. If we want to add one more electron from the reservoir to quantum dot after tunneling, we have to apply electric field. അതായത് നമ്മൾ നാച്ചുറൽ ആയിട്ട് രണ്ട് റിസർവോയേഴ്സിനെ ക്വാണ്ടം ഡോട്ട് വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ, ടണൽ ജംഗ്ഷൻസ് വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ, നാച്ചുറലി ഇലക്ട്രോൺസ് ഫ്രം റിസർവോയർ tunnel the barrier and reach the quantum dot. അവിടെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കും. ഇനി അത് നാച്ചുറലി ഓക്കർ ചെയ്യുന്ന ഒരു ഫിനോമിനൻ ആണ്. ഇനി if we want to add one more electron from the reservoir, from reservoir to quantum dot after tunneling, ഇപ്പം റിസർവോയറിൽ നിന്ന് കുറെ ഇലക്ട്രോൺസ് ടണൽ ചെയ്ത് ക്വാണ്ടം ഡോട്ടിലെത്തി. ഇനി ഫർദർ ടണലിംഗ് ഒന്നുമില്ല, അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ടൈമിൽ ഇനി ഒരു ഇലക്ട്രോണിനെ കൂടെ നമുക്ക് ആ റിസർവോയറിൽ നിന്ന് ക്വാണ്ടം ഡോട്ടിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി എനർജി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇനീഷ്യലി കുറച്ച് ഇലക്ട്രോൺസിന് സഫീഷ്യന്റ് എനർജി ഉണ്ടായിരിക്കും. ആ സഫീഷ്യന്റ് എനർജി ഉള്ള ഇലക്ട്രോൺസ് ടണൽ ചെയ്ത് ക്വാണ്ടം ഡോട്ടിലോട്ട് പോകും. ബട്ട് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഇലക്ട്രോണിനെ കൂടെ നമുക്ക് ആ റിസർവോയറിൽ നിന്ന് ക്വാണ്ടം ഡോട്ടിലോട്ട് മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അഡീഷണൽ എനർജി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യേണ്ടി വരും. അതാണ് നമ്മൾ ഈ കൂളം ബ്ലോക്കേഡ് എന്ന് പറയുന്നത്. കൂളം ബ്ലോക്കേഡ് അപ്പം നമ്മൾ കുറേ ഒരു ഇലക്ട്രോൺസിന് റിസർവോയറിൽ നിന്ന് ക്വാണ്ടം വയറിൽ ക്വാണ്ടം ഡോട്ടിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് എനർജി അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം അതിനെയാണ്, അപ്പം അത്രയും ആ എനർജി കൊടുത്തില്ലെങ്കിൽ ആ ഇലക്ട്രോൺ ബ്ലോക്ക്ഡ് ആയിട്ട് നിൽക്കും. അതിനെയാണ് നമ്മൾ ആ കൂളം ബ്ലോക്കേഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് suppose capacitance of the quantum dot is C. Okay, total number of charge n ആണ്. Assume ചെയ്യാണ്, suppose Z is the capacitance of the quantum dot and total number of charge n. Charge inside the quantum dot, inside the quantum dot ഉള്ള charge Q ആണ്. Total number of charge n, charge inside the quantum dot Q, and then capacitance of the quantum dot C. The potential energy inside the quantum dot will be, potential energy എന്ന് പറഞ്ഞാൽ half CV square ആണ് potential energy. Potential energy inside the quantum dot will be Q square by 2C എന്ന് കിട്ടും. അതായത് നമ്മൾ potential energy half CV square ആണ്, Q എന്ന് പറഞ്ഞാൽ CV ആണ്.
സോ അതിനെ നമുക്ക് ഇതിനെ CV ഇൻറ്റു CV സ്ക്വയർ CV ഇൻറ്റു CV ഡിവൈഡ് ബൈ C എന്ന് എഴുതാമല്ലോ. അപ്പൊ എന്നിട്ട് എഴുതാൻ പറ്റും ഹാഫ് Q² ബൈ C എന്ന് എഴുതാൻ പറ്റും. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു Q² ബൈ 2C ആണ്. Q² ബൈ 2C ഞാൻ എന്താണ് Q ഈസ് ഈക്വൽ ടു ഇലക്ട്രോൺ ചാർജ് ആണ് E² ബൈ 2C എന്ന് എഴുതും. That is, in order to move an electron from reservoir, from reservoir 1 to quantum dot, we need to apply external energy. ഒരു external energy നമ്മൾ apply ചെയ്യേണ്ടി വരും. ആ external energy is equal to external energy എന്ന് പറഞ്ഞാൽ ഈ external apply ചെയ്യുന്ന energy, external energy EV is equivalent to E² by 2C ആണ്. ഓക്കെ, അപ്പം ആ പൊട്ടൻഷ്യൽ എനർജി എത്രയാണോ ആ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ എനർജി പ്രൊവൈഡ് ചെയ്യണം. ആ എക്സ്റ്റേണൽ എനർജി അപ്ലൈ ചെയ്യുന്ന EV വോൾട്ട് ആണെങ്കിൽ E ഇൻറ്റു ആ എക്സ്റ്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു ചാർജ്, E ഇൻറ്റു V എന്ന് പറയുന്നത് E² by 2Cക്ക് ഈക്വലന്റ് ആണ്. സോ അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജ് ഈക്വൽ ടു E² by 2C by A, so equal to E by 2C. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട വോൾട്ടേജ് എത്രയാണ്? E by 2C ആണ് അപ്ലൈ ചെയ്യേണ്ട വോൾട്ടേജ്. ഇത്രയേ ഉള്ളൂ കൂളം ബ്ലോക്കേഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. കൂളം ബ്ലോക്കേഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് റിസർവോയേഴ്സിന് ഇടയ്ക്ക് ഒരു ക്വാണ്ടം ഡോട്ട് വഴി കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ടണൽ ജംഗ്ഷൻസ് ഉണ്ട്. ഈ ഫസ്റ്റ് റിസർവോയറിൽ നിന്ന് ക്വാണ്ടം ഡോട്ടിലോട്ട് ഇലക്ട്രോൺസ് ടണൽ ചെയ്യും. ഈ ടണൽ ജംഗ്ഷൻസ് ടണൽ ചെയ്ത് ക്വാണ്ടം ഡോട്ടിൽ ചാർജസ് അക്യുമുലേറ്റഡ് ആവും. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യുന്ന കുറച്ച് നോർമൽ കുറെ കഴിയുമ്പോഴത്തേക്ക് ആ മൂവ്മെന്റ് സ്റ്റോപ്പ് ആവും. ടണലിംഗ് എഫക്റ്റ് നിൽക്കും. കാരണം ഇനി ഇനഫ് എനർജി ഇല്ല, ടണലിംഗ് ഒക്കർ ചെയ്യത്തില്ല. അപ്പം നമ്മള് ഇനി ഒരു ഇലക്ട്രോണിന് ഈ റിസർവോയറിൽ നിന്ന് ക്വാണ്ടം ഡോട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അഡീഷണൽ എനർജി പ്രൊവൈഡ് ചെയ്യണം. ആ അഡീഷണൽ എനർജി എത്രയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഫൈൻഡ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം ക്വാണ്ടം ഡോട്ടിൽ ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിനൊരു കപ്പാസിറ്റൻസ് ഉണ്ട്, C ആണ് അതിന്റെ കപ്പാസിറ്റൻസ്. അവിടെയുള്ള ചാർജ് Q ആണ്. ദെൻ അവിടെ ഉള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് N ആണ്. ഇനി നമുക്കറിയാം അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് CV² ആണ്. CV² പകരം Q² by 2C എന്ന് എഴുതാം. Q² പകരം E² by 2C എന്ന് എഴുതാം. അപ്പം E² by 2C എനർജി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു ഫസ്റ്റ് റിസർവോയറിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ടണൽ ചെയ്ത് അടുത്ത ക്വാണ്ടം ഡോട്ടിലോട്ട് പിന്നെ എത്തുള്ളൂ. സപ്പോസ് ഈ നമ്മൾ കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന എനർജി EV ആണെങ്കിൽ ആ EV എന്തിന് ഈക്വലന്റ് ആവണം? E² by 2Cക്ക് ഈക്വലന്റ് ആവണം. സോ അതിനകത്ത് നിന്ന് അപ്ലൈ ചെയ്യേണ്ട പൊട്ടൻഷ്യൽ ഈക്വലന്റ് ടു E by 2C ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് IV ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാണ്ടം ഡോട്ട് കാണിക്കാം. IV ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്? ഒരു ക്വാണ്ടം ഡോട്ടില് കറണ്ട് ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജും കറണ്ടുമാണ്. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് വോൾട്ടേജ് എപ്പോഴാണോ E by 2Cക്ക് ഈക്വലന്റ് ആവുന്നത് അപ്പോൾ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ടണലിംഗ് കറണ്ട് അല്ലാതെ കറണ്ട് ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്രയും ഇതെന്താണത്? ബ്ലോക്കേഡ് ആണ്. ഈ കാരണം ഒരു ഇലക്ട്രോൺ റിസർവോയറിൽ നിന്ന് ക്വാണ്ടം ഡോട്ടിലോട്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഞാൻ ഇത്രയും എനർജി പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അത്രയും ടൈം അവിടെ അത്രയും പോർഷനിൽ വരെ എന്താണ് അവിടെ ഇലക്ട്രോൺ മൂവ്മെന്റ് കറണ്ട് ഉണ്ടാവില്ല, 0 ആയിരിക്കും. അപ്പം കോളം ബ്ലോക്കേഡ് ഇതാണ് IV ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് quantum dot showing Coulomb blockade effect. In order to observe Coulomb blockade effect, applied voltage should be greater than E by 2C. So applied voltage must be greater than E by 2C in order to observe Coulomb blockade effect.
ഇനി കൺസിഡർ consider the time taken by electron to move from the reservoir to quantum dot is delta t. The time taken by electron to move from reservoir 1 to quantum dot is delta t. Delta t is equal to time equal to resistance into capacitance എന്ന് എഴുതാം. ഹിയർ ഓൾസോ അങ്ങനെ എഴുതിയിരിക്കുന്നത് ആർ ഇൻറ്റു സി. ആർ സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു ടൈം വാല്യൂ ആണ്. അതിൽ ആർ ടി എന്ന് പറയുന്നത് ആർ ടി റെസിസ്റ്റൻസ് ഓഫ് ടണൽ ബാരിയർ ഉണ്ട്. ടണൽ ബാരിയർ ഉണ്ടല്ലോ, അതായത് ക്വാണ്ടം ഡോട്ടിനെ കണക്ട് ചെയ്തിരിക്കുന്ന ടണൽ ജംഗ്ഷൻസ് ഉണ്ട്. ആ ടണൽ ബാരിയറിന്റെ റെസിസ്റ്റൻസ് അതിനെയാണ് ആർ ടി എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ആർ ടി ഇൻറ്റു സി, വേർ ആർ ടി is the resistance of the tunnel barrier. Then uncertainty principle പറയുന്നത് says that delta E into delta T must be greater than H. Delta E എന്ന് പറഞ്ഞാൽ എനർജി ആണ്, നമുക്ക് കിട്ടിയായിരുന്നു E square by C. E square by C എന്ന് കിട്ടിയിട്ടുണ്ട്. E square by C into ആർ ടിക്ക് ഡെൽറ്റ ടിക്ക് പകരം ആർ ടി ഇൻറ്റു സി. E square by 2C ആണ്, 2C ഇട്ടില്ലായാലും കുഴപ്പമില്ല. E square by C into ആർ ടി സി ഗ്രേറ്റർ ദാൻ 8.